ഹലോ, പിന്നെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മാധവ്. നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിലെ കരുനാഗപ്പള്ളി കൊല്ലം. ഇപ്പോൾ നമ്മുടെ ബാഴ്സലോണ വന്നിട്ടല്ലേ, സ്പെയിനിൽ വന്നിട്ട് എത്ര നാളായി? ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് വന്നു. ഇപ്പോൾ 2 കൊല്ലം. 2 കൊല്ലം അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പഠനമാണോ? ഞാൻ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വർക്കിന് കയറി. വെരി ഗുഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വേറെ, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഒത്തിരി യുവജനങ്ങൾ ബോയ്സ് അങ്കിൾ എന്നോട് ചോദിക്കാറുണ്ട്, വെച്ചാൽ ഇങ്ങോട്ട് വരാനായിട്ട് പഠിക്കുന്ന കുട്ടികൾ. അത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് എങ്ങനെയാണ് മോനിവിടെ വന്നതെന്ന് പറഞ്ഞത് വ്യക്തമായിട്ട് പറയാമോ? ഞാൻ വരുന്നതിന് മുന്നേ ഞാനായിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസ് നോക്കിയായിരുന്നു. ഞാൻ കോഴ്സ് ആദ്യം കണ്ടുപിടിക്കുക ചെയ്ത്, അത് കഴിഞ്ഞിട്ട് യൂറോപ്പിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസ് നോക്കി, എന്നിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് മിക്കവാറും യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണ്ടി വരും. എന്ത് പഠിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്? നാട്ടിൽ എന്ത് പഠനം കഴിഞ്ഞപ്പോഴാണ്? ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞിട്ട് പോകാൻ എന്തിനു പോയി? ഞാൻ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് പോയി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, കുറച്ച് നാൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മാസ്റ്റേഴ്സിന് വന്നത്. ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണ് കഴിഞ്ഞത്. മാനേജ്മെന്റ്. ഏത് യൂണിവേഴ്സിറ്റി വഴിയാണ് വന്നത്? ഞാനിവിടെ SRD എന്ന് പറയും. ഓക്കെ. അത് നാട്ടിൽ വെച്ച് തന്നെ ഇന്റർവ്യൂ എങ്ങനെ എൻ്റെ എക്സാം ഉണ്ടോ? അതിന് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പം IELTS എക്സാം വേണമായിരുന്നു. IELTS എക്സാം വേണമായിരുന്നു. പിന്നെ അത് കൂടാതെ GRE അല്ലെങ്കിൽ GMAT എക്സാം വേണമായിരുന്നു. ഞാൻ GRE എഴുതിയ. ഞാൻ GRE എഴുതിയിട്ട് പിന്നെ അതിൻ്റെ സ്കോറും കാര്യങ്ങളും വെച്ചിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഇൻ്റർവ്യൂ എടുത്തു. അങ്ങനെയാണ് അഡ്മിഷൻ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നതല്ലേ? ഓക്കെ. അപ്പോൾ അതിന് വേണ്ട ഫിനാൻസ്, ലോണൊക്കെ അത് അഡ്മിഷൻ ലെറ്റർ വെച്ചിട്ട് ഇപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കുക ചെയ്ത്. ഞാൻ നാട്ടിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സ്റ്റുഡൻറ് ലോൺ. അതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? ഇവിടെ വന്നതിന് ശേഷം ക്ലാസ്സും അതൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഇപ്പോൾ 1 ഇയർ കോഴ്സായിരുന്നു. അപ്പം ക്ലാസ് പൊതുവെ നാട്ടിലെ അപേക്ഷിച്ച് ഫ്ലെക്സിബിളാണ് കുറച്ചുകൂടെ. അപ്പം എനിക്ക് പെർ ഡേ ഒരു 3 മണിക്കൂർ ക്ലാസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 3 സെമിസ്റ്റർ. എൻ്റെ 1 ഇയർ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ 3 സെമിസ്റ്റർ ആയിരുന്നു. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്. പെർ ഡേ 3 to 5 ആയിരിക്കും മാക്സിമം. അത് കോഴ്സ് ഡിപ്പെൻഡൻ്റ്. ചില കോഴ്സിന് മാറുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്കും ചെയ്യുമായിരുന്നു ആ സമയത്തില്ല? ഞാൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവസാനത്തെ സെമിസ്റ്റർ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തില്ല. അത് അലൗഡ് ആണോ വർക്ക് ചെയ്യാനായിട്ട്? വർക്കിംഗ് നിശ്ചിത അലൗഡാണ്. പാർട്ട് ടൈം ആയിട്ട് ഒരു ആഴ്ചയിൽ എൻ്റെ കോഴ്സിന് 30 മണിക്കൂർ വരെ പറ്റുമായിരുന്നു. സ്റ്റേ യൂണിവേഴ്സിറ്റിയുടെ അല്ല, ഞാൻ വന്നിട്ട് തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തപ്പോൾ ഒരു ഷെയർഡ് അപ്പാർട്ട്മെന്റ് അതാണ് നല്ലത്. ഫിനാൻഷ്യലി അല്ലേ, എക്കണോമിക്കലി അതാണ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിനനുസരിച്ചിട്ട് കണ്ടുപിടിക്കാൻ നോക്കും നോക്കിയിട്ട്. ഓക്കെ. അപ്പോൾ ഒത്തിരി താങ്ക്സ്. ശരി. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും കേൾക്കുക, എന്നിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ ജോലി ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നത്? ഇപ്പം ഞാൻ നെസ്ലയിൽ വർക്ക് ചെയ്യുന്നു. കയറിയിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ കയറിയിട്ട് ഇപ്പോൾ 1 കൊല്ലം ആവുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രയോജനമായിട്ട്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു.